ചെറുപ്പക്കാരാ, എന്റെ പൊന്നുമക്കളോട് ഞാൻ ചോദിക്കട്ടെ, വ്യഭിചരിച്ചിട്ട് വീട്ടിൽ കയറി പോകുന്നവരില്ലേ? ഭാര്യയോട് സലാം പറഞ്ഞിട്ട് ഒരു പേടിയുമില്ലാതെ കഞ്ചാവടിച്ചിട്ട് മയക്കുമരുന്നടിച്ചിട്ട് ഉപ്പാനോട് ഉമ്മാനോട് സലാം പറഞ്ഞ് കയറി പോകുന്ന മക്കളില്ലേ? പേടിയില്ലല്ലോ മോനെ. എടാ, ഒരു തുള്ളി കള്ള് തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയവൻ സ്വർഗത്തിൽ പോകില്ല. നിനക്കൊരു പേടിയില്ലല്ലോ. കോളേജിൽ പോകുകയാ, സ്കൂളിൽ പോകുകയാ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിപ്പോയി കാമുകന്റെ കൂടെ കറങ്ങി നടന്ന് റൂമെടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോ ഉപ്പാനോട് സലാം പറഞ്ഞ് ഹിജാബ് വിട്ട് വീടിന്റെ അകത്ത് കയറി പോകുന്ന പെണ്ണ്, അവൾക്ക് കുറ്റബോധമില്ലടോ. അവളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു സങ്കടമില്ല. ചെയ്തു പോയല്ലോ റബ്ബേ, എത്ര പാപവാ മക്കളെ, എത്ര പാപവാ ഞാനും നിങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത്. പ്രായം കുറെ ആയില്ലേ, മുടിയൊക്കെ നരച്ചില്ലേ സഹോദരാ, മുടിയൊക്കെ നരച്ചില്ലേ? എത്ര ആസ്വദിച്ചു, എത്ര സുഖിച്ചു. ഇനി എന്ന് നന്നാകാൻ നടക്കുകയാ? ഇനി ഏത് കാലത്താ നീ നന്നാകുന്നത്? ഉപ്പാ, നിന്റെ സ്വന്തം മകന്റെ മയ്യത്ത് നീ കണ്ടില്ലേ? കൂടെ പഠിച്ചവരും കൂടെ നടന്നവരും കൂടെ പറപ്പുകളും എത്രയോ പേരുടെ മയ്യത്ത് അല്ലാഹു നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തന്നു. എന്നിട്ട് പോലും നിനക്ക് നന്നാകാൻ തോന്നുന്നില്ല. ഉമ്മാ, എന്തൊരഹങ്കാരമാവുമ്മാ. എന്റെ പെൺകുട്ടികളോട് ചോദിക്കട്ടെ, നിന്റെ ഉമ്മയ്ക്ക് 45, 50, 60 വയസ്സായി. ആ 60 വയസ്സുള്ള ഉമ്മ ജീവിതത്തിൽ ഒരിക്കൽ പോലും വ്യഭിചരിച്ചിട്ടില്ല. തന്റെ ശരീരത്തു വേറെ ഒരാണ് തൊട്ടിട്ടില്ല. 18, 20, 25 വയസ്സുള്ള പെങ്ങളെ, ആ 65 വയസ്സുള്ള ഉമ്മ ചെയ്യാത്ത പാപം 1, 2, 3. ചെറുപ്പക്കാരാ, നിന്റെ വാപ്പ ബീഡി വലിക്കാറില്ല, കാരണം ലഹരിയാണ്. നിന്റെ ഉപ്പ മുറുക്കുക പോലും ചെയ്യത്തില്ല, കാരണം അത്രയ്ക്കും സൂക്ഷ്മതയാ. ആ ഉപ്പാടെ മകനായ നീ കഞ്ചാവ് വലിക്കുന്നില്ലേ, കള്ളു കുടിക്കുന്നില്ലേ? എന്തൊരു ധൈര്യമാ മക്കളെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു പെണ്ണിന്റെ ശരീരം കുളിച്ചുകൊണ്ട് നിന്ന ഒരു പെണ്ണിന്റെ ശരീരം കണ്ട സഹാബിയുടെ കഥയാ പറഞ്ഞത്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാഹ്.